ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. പിന്നെ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ലോങ് വീഡിയോ ഇട്ടിട്ടോ. ഇന്ന് വിഷുവിന് ഇടണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഫോണിൻ്റെ കംപ്ലൈൻ്റ് ഒക്കെ പാടായിട്ടേ ഒന്നും ഇടാൻ പറ്റിയില്ല. ഷോർട്ടൊക്കെ ആകുമ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല, ഫോൺ ഹാങ് ആയിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ 11 മണിയൊക്കെ ആയി തോന്നുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഇല്ല കേട്ടോ, എനിക്ക് ഡ്യൂട്ടി ഉച്ചയ്ക്ക് ശേഷമാണ്. 3 മണി മുതൽ 7 മണി വരെയാണ്. അപ്പോൾ എന്താ പറയുക, രാവിലെ ചോറും കറിയൊക്കെ ആയിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ കറി വെക്കണം. ഇനിയിപ്പോൾ വൈകുന്നേരം 7 മണിക്കാണ് ഇത് കഴിയുകയാണെങ്കിലും 7:30 ആവും ഞാൻ അവിടെ എത്തുമ്പോഴേക്കും. അപ്പോൾ ഇനി കുറേയൊക്കെ പണിയൊരുക്കി വെച്ച് പോയാൽ പിന്നെ വൈകുന്നേരത്തേക്കുള്ള ഇതൊക്കെ ഒന്ന് വെച്ച് പോകണം. കറി രാവിലെ ഞാൻ എന്താ പറയുക, ചെറുപയറുള്ള മമ്പയർ പുട്ടിലേക്ക് കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് രാജേട്ടന് കൊടുത്തു വിട്ടത്. അതും കോവയ്ക്ക കൊണ്ട് മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു. പച്ചടി ഞാൻ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ, കാരണം മക്കൾക്ക് വലിയ ഇഷ്ടമല്ല അത്. അപ്പോൾ ഞാൻ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. അതും കോവയ്ക്കുപ്പേരിയൊക്കെ ഉണ്ട്, ഇങ്ങനെ ഉണ്ടാക്കി വെച്ചു. വൈകുന്നേരത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. എന്നിട്ട് വന്നാൽ ചോറ് വെച്ചിട്ട് ഞാൻ നമ്മളെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് പോകുന്ന പിന്നെ ചൂടാറില്ലല്ലോ. അപ്പം അങ്ങനെ ചെയ്യാച്ചിട്ടാ. പിന്നെ മീനൊന്നുമില്ല കേട്ടോ. അപ്പം കുറച്ച് ചക്കക്കുരു ഉണ്ട്. ചക്കക്കുരു നേരേക്ക് ചെന്നു. ചക്കക്കുരും വെള്ളരിക്കയും മാങ്ങയും കൂടെ വെക്കാച്ചിട്ടേ. മാങ്ങ ചെനച്ചെണ്ണു, പക്ഷെ പുളി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു സമയം, ഇതിൻ്റെ ഒരു സീസണാകുമ്പോൾ നമ്മളിതൊന്ന് വെച്ചു ഇഷ്ടാട്ടോ. ഇത് തൊലി ശരിക്കും നമ്മൾ കളയില്ല കേട്ടോ, വല്ലാണ്ട് നല്ലതാന്നൊക്കെ പറയണേക്കാം. ഞാൻ വല്ലാണ്ട് കളഞ്ഞിട്ടില്ല. അപ്പോൾ കറി വയ്ക്കണം. പിന്നെ നാളത്തെ വീഡിയോയിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇവിടെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ. എന്താ വെച്ചിട്ടറിയാം, ഇവിടെ ഞാൻ മാത്രമല്ല, കുട്ടികളൊന്നും വീഡിയോയിൽ വരാറില്ല. അപ്പോൾ ഞാനും ഭർത്താവും 2 മക്കളാണ് എനിക്കുള്ളത് കേട്ടോ. ഒരു മോള് ഡിഗ്രിക്ക് പഠിക്കുകയാണ്, മോള് +1. രാജേട്ടന് പിന്നെ പണിക്ക് പോയിരുന്നു. അങ്ങനെയാണ്. അപ്പം അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്കൊക്കെ മടിയാണ് വരാൻ. അവർ പിന്നെ ഞാൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പം ഞാനിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഞാൻ ചക്കക്കുരുക്കെ ഒന്ന് വേവിച്ചിട്ടെ. ചക്കക്കുരുവിനല്ലേ വേവുള്ള, വെള്ളരിക്കൊന്നും വലിയ വേവില്ലാത്തതുകൊണ്ടേ വെള്ളരിക്കേൻ്റെ കൂടെ മാങ്ങടാം. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പോൾ എങ്ങനെ മഴയൊക്കെ ഉണ്ടോ? നമ്മളിവിടെയൊക്കെ മഴ ഇപ്പോൾ 2 ദിവസം മുന്നേ വരെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ തുടങ്ങായി മഴയൊക്കെ. അപ്പോഴേക്കും ഒരുപാട് പണികളുണ്ട്. പിന്നെ ഇപ്പം എന്താ, ഇപ്പം ഇന്നെന്താ വെച്ചിട്ടാ, മനസ്സിക്കൊരു വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുണ്ട്. ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ബീനസ് എന്ന് പറയും, ബീന എന്ന പേര്, ഞാൻ ബീനസ് എന്നാണ് വിളിക്കുക കേട്ടോ. നമുക്ക് എന്താ വെച്ചിട്ടാ, നമുക്ക് ഒരു നല്ലൊരു ഫ്രണ്ട് എന്നൊക്കെ പറയില്ലേ, നമുക്ക് നമ്മളെ സങ്കടങ്ങളും സന്തോഷമായാലും നമുക്ക് പറയാൻ. ഇപ്പോൾ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ജോലി സ്ഥലത്ത് നമുക്ക് അവരോടൊക്കെയാണ് ഒക്കെ പറയാറ് കേട്ടോ. അപ്പം പിന്നെ അവർക്ക് ഒരു സർജറി കഴിഞ്ഞതായിരുന്നു ആദ്യം, ചെവിയുടെ കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഒരെണ്ണം കൂടെ ഉണ്ട്. അതിനിപ്പോൾ ഇനി നാളെ തൃശ്ശൂർക്ക് പോവുക. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടാണ്. അപ്പം ഇനി ഇന്നും കൂടെ ഉള്ള അവർ, ഞാൻ അവിടെ ലാബിലെത്തിയിട്ട് ഇങ്ങനെ അവരൊന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ മനസ്സിലേക്ക് നമുക്കൊരു ഇടങ്ങേറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ സർജറി കഴിഞ്ഞ് വരാനൊക്കെ ഇനി കുറേ സമയം എടുക്കുമൊന്നും അറിയില്ല. അപ്പം നമുക്ക് മനസ്സിലേക്ക് ഇടങ്ങേറ്. നമ്മളൊപ്പം ഉള്ള ഒരാളിപ്പോൾ എത്ര വർഷമായി, ഞാൻ 7 വർഷമൊക്കെ ആയി അവിടെ വർക്ക് ചെയ്യുന്നത്. അന്ന് മുതലേ നമുക്ക് നമ്മുടെ എല്ലാതും പറയണ ഒരാളാട്ടോ. അപ്പോൾ ഒരു സങ്കടം മനസ്സിക്ക് ഒക്കെ ഭേദമായി വരട്ടെ. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ അവർക്ക് വേണ്ടിയിട്ട്. ഞാൻ അവരെ കാണിച്ചു തരണ്ട്, ലാബിലെത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ചക്കക്കുരൊക്കെ ഒന്ന് വേഗം വേവട്ടെ. പിന്നെ ഇന്ന് ഒരുപാട് പണി ഉണ്ടായിരുന്നു കേട്ടോ. കുറേ തിരുമ്പലൊക്കെ കഴിഞ്ഞു. പിന്നെ ആ ഒരു റൂമുണ്ട്, അതിൻ്റെ ഉള്ളിൽ നല്ല ഗോഡൗണാണ്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിനെ ഇതിൻ്റെ ഉള്ളിൽ വൃത്തിയാക്കുന്ന പരിപാടിയാണ് ഫുള്ള്. ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊന്നും ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ തേച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ ഉള്ളിൽ കുറേ കച്ചറ ഉണ്ടാവും, ഒക്കെ ഇതാക്കിട്ടു. പിന്നെ കേട്ടാ ധാരാ ഉണ്ടോ, ഒരു കോഴീനെ അട വെച്ചതാട്ടോ. ഞാനിവിടെ ഈ കോഴീനെ അട വയ്ക്കുമ്പോൾ രാജേട്ടൻ്റെ മക്കളൊക്കെ ചീത്ത കേട്ടോ. ഇവിടെ കോഴിപ്പേയും വരാന്നൊക്കെ പറഞ്ഞിട്ടേ ഞാനത് പുറത്ത് വയ്ക്കാൻ നമുക്ക് ഇതില്ല. ഇനി എന്തെങ്കിലും ശരിയാക്കണം. ഈ റൂം നേരേക്ക് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പറ്റില്ലല്ലോ. അപ്പോൾ കണ്ടാ ചീത്ത പറയും, കോഴീനെ ഇനി കൂടെ ആട്ടി വിടുന്ന് പറഞ്ഞിട്ടേ. അപ്പം ഞാൻ അതിനങ്ങനെ വെച്ചെന്നാ.
അപ്പോൾ ഇതിൻ്റെ ഉള്ള വൃത്തിയാക്കലായിരുന്നു. നമ്മുടെ നല്ല ഉണ്ട് കേട്ടോ, നല്ല മുണ്ടിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇതിടാം, വെള്ളരിക്കയും ഇവിടെ എങ്ങനെ വെച്ചിട്ടാ ഇവർക്ക് രാജേട്ടനൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ ചക്കക്കുരു ഇട്ടുകൊണ്ട്. അവർക്കൊക്കെ പേടിയാണ് ഗ്യാസാവെന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് തന്നെ വെക്കണുള്ളൂ. മഞ്ഞപ്പൊടി നമ്മളെ മഞ്ഞപ്പൊടി ഇവിടെ മില്ലിൽ നിന്നാട്ടോ മേടിക്കുന്നത്. എല്ലാ പൊടികളും ഉണ്ട് അവിടെ, കുറച്ച് ഇട്ടാൽ മതി, നല്ല പൊടിയാണ്. മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിയൊക്കെ. പക്ഷെ മല്ലി ഞാൻ എന്താ ചെയ്യല് വെച്ചിട്ടാ കുറേശ്ശെ നമ്മൾ മേടിച്ചിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചെടുക്കും. അതാകുമ്പോൾ നല്ലൊരു മണമല്ലേ. കൂടെ ഇട്ടെ ഒന്നും കൂടെ വേവണം. സംഭവം കുറച്ച് തേങ്ങയുള്ളൂ കേട്ടോ. ഞാനിത് രാവിലെ പച്ചടി ഉണ്ടാക്കാനൊക്കെ എടുക്കൊണ്ടേ തേങ്ങയില്ല. നമുക്കിവിടെ തെങ്ങൊന്നുമില്ല കേട്ടോ. അപ്പുറത്ത് തുടങ്ങിന്ന് ചിലപ്പോൾ കിട്ടാറുണ്ട് കേട്ടോ. അവരങ്ങനെ വരുമൊന്നുമില്ല. അപ്പം നല്ല ഇടയ്ക്കൊക്കെ എപ്പോഴെല്ലാം കിട്ടും. വെള്ള തേങ്ങയിട്ട് കുറച്ച് കറി മതിയാകും. കുറച്ച് ജീരകവും തേങ്ങയും ചെറിയ ഉള്ളിയും കൂടെ ഇട്ടിട്ട് ഒരു കറി. എന്നിട്ട് പിന്നെ വന്നാൽ അടങ്ങാറായിട്ടേ എന്തേലും വെക്കണ്ടായിരിക്കും. കഷ്ണങ്ങളൊക്കെ വെന്തണം. അപ്പം നീ തേങ്ങ അരച്ചിട്ടേ നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇത് വെറുതെ മുളക് പക്ഷെ വെച്ചാൽ അടിപൊളി കേട്ടോ. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഇഷ്ടമല്ല. ചക്കക്കുരു ഇട്ടതേ അവർക്ക് വല്ലാണ്ട് പറ്റില്ല. പക്ഷെ നമ്മൾ ഓരോ സമയമാകുമ്പോൾ അതിൻ്റെ അടുത്ത് കഴിക്കണം. ഈ ഒരു സീസണിൽ നമുക്കത് കിട്ടുള്ളൂ. നിങ്ങളപ്പുറത്തെ വീട്ടിൽ അവർ പഴുത്തേക്കാന്നുണ്ടായിരുന്നതാണ്. അതിൻ്റെ കുരു എടുത്ത് വെച്ചത് ഞാൻ. അതേപോലെ മുരിങ്ങിട്ടിട്ട് വെക്കാനും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. ചെനച്ചുണ്ടെങ്കിൽ നല്ല പുളിയുണ്ട് കേട്ടോ. വേണ്ട ഇതാവട്ടെ. അപ്പോഴേക്കും ഇതാ ഉണ്ടോ നമ്മുടെ കോഴീൻ്റെ മുട്ട കേട്ടോ. നാടൻ കോഴി വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഉപകാരമാണ്. ഇത് മീനൊന്നും ഇല്ലാറില്ലേ. അപ്പം എന്ത് ചെയ്യുക, കഴിക്കേണ്ട നേരത്തേക്ക് തന്നെയാണ്. ഒന്നെങ്കിൽ കുത്തിപ്പൊരിക്കുക അല്ലെങ്കിൽ ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കുക ചെയ്യുക. ആഴ്ചയുടെ പിന്നെ വൈകുന്നേരം കഴിക്കും. ചോറ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ കോഴികളങ്ങനെ വളർത്തിയാൽ നമുക്കിതൊക്കെ ചെയ്യാം. ഞാൻ എല്ലാവരോടും പറയട്ടോ, വളർത്താനാണെങ്കിൽ ഞാൻ തരാം. കൊല്ലാനൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ. നമുക്കിത് വറുത്തെടുക്കാം. ഇതിനുള്ള സ്ഥലമേ ഇല്ല. പാത്രങ്ങൾ ചൊവ്വ ഇതാ കടുക്. അതിൽ കുറച്ച് നമ്മൾ വറ്റമുളകും ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ. പൊട്ടിച്ചോട്ടുണ്ട്. ഇങ്ങനെ നടുമ്പോൾ കറിയായി. ഇനി കുറച്ച് നേരം 12 മണി ആയിട്ടില്ല. കഴിക്കാൻ നേരം മുട്ടയും കൂടെ ഉണ്ടാക്കാം. അപ്പോൾ കാണിക്കട്ടോ. അപ്പോൾ ഇതാ ക്ലിനിക്കിൽ എത്തിയിട്ടോ. 3 മണി കഴിഞ്ഞ് 3:15 ഇതാണ് ഞാൻ പറഞ്ഞ ബീനസ് കേട്ടോ. പറഞ്ഞില്ലേ നാളെയാണ് സർജറിക്ക് വേണ്ടിയിട്ട് അഡ്മിറ്റ് ആകാൻ പോകുന്നത്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. എന്തെങ്കിലും പറയുന്നത് പറഞ്ഞോളൂ. അപ്പോൾ
7 മണിയാകുമ്പോഴേക്കും പോകുള്ളൂ. ഇവിടുന്ന് 3:15 ഡോക്ടറൊക്കെ വരേണ്ട നേരമായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊന്ന് കാണിക്കാമെന്ന് പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലേ ഉള്ളൂ കേട്ടോ. അപ്പോൾ